ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ കണ്ണാടി തിരിച്ചിട്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം എനിക്കുണ്ട്. കാരണം കണ്ണാടി കിട്ടുന്നതിന് മുന്നേ വരെ എനിക്ക് കണ്ണ് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇപ്പോൾ ഒന്ന് മാറി കണ്ണാടി കിട്ടി ഒന്ന് സെറ്റായപ്പം പഠിക്കാനായിട്ട് ബുക്ക് എടുത്തു. അപ്പോൾ വലിയ ഇതൊന്നുമില്ല, മീൻസ് ഒത്തിരി ക്യാമറ മറിഞ്ഞു പോയതാണ്. അപ്പോൾ ഒത്തിരി കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, കാരണം എനിക്കിനി അസൈൻമെൻറ്റ് എഴുതാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഈ ദിവസം ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ കണ്ണാടി പണി തന്നു. അതാണ് സംഭവം. അപ്പം ഇത് ജസ്റ്റ് ഞാൻ ഫിസിക്സ് എടുത്ത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുകയാണ് ചെയ്തത്. പഠിക്കാനായിട്ട് മര്യാദയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടൊന്ന് റിവൈസ് ചെയ്ത്, കാരണം നമുക്ക് അസൈൻമെൻറ്റ് കൂടെ എഴുതണം. അപ്പം അതിൻ്റെ ഒരു ടൈം മാനേജ്മെൻറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് പഠിച്ചൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഓർമ്മയുണ്ടോ എന്ന് നോക്കാം. എൻ്റെ കാര്യമാണ്, ഇന്ന് പഠിച്ചാൽ നാളെ മറന്നു. അതുകൊണ്ട് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമ്മൾ നേരെ അസൈൻമെൻറ്റ് പേപ്പറൊക്കെ എടുത്ത് അസൈൻമെൻറ്റ് എഴുതാൻ പോയി. സംഭവം സുവോളജിയുടെ അസൈൻമെൻ്റ് ആയിരുന്നു. മീൻസ് അസൈൻമെൻ്റ് ആയിട്ടല്ല, നമുക്ക് തന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമുക്കിപ്പോൾ ഒരു ഓൺ എക്സാം നടത്തിയിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു, ക്വസ്റ്റ്യനും ആൻസറും. ആക്ച്വലി ഇത് ഞാൻ നേരത്തെ എഴുതി വെച്ചു, പക്ഷേ ബുദ്ധി കൂടിപ്പോയോണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ എല്ലാം ഒരു പേജിലും ആൻസർ എല്ലാം അടുത്ത പേജിൽ അങ്ങനെയാണ് എഴുതിയത്. സംഭവം അങ്ങനെയല്ല ടീച്ചറിന് വേണ്ടത്. ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ വേണമായിരുന്നു. ഒരു വട്ടം എഴുതിയാൽ മതി കേട്ടോ. അതാണ് ഞങ്ങൾക്ക് സിഇക്കായിട്ട് തന്നിട്ടുള്ള അസൈൻമെൻറ്റ്. അപ്പം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഇതങ്ങ് എഴുതിയാൽ മതിയല്ലോ. ഇതിൻ്റെയൊക്കെ ആൻസർ നോട്ട് ബുക്കിലുണ്ട്. പിന്നെ ചിലതൊന്നും എനിക്ക് അത്ര ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാങ്ക് ആക്കി വിട്ട് സ്കൂളിൽ ചെന്നിട്ട് എഴുതാം എന്നുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസത്തിൽ ഞാൻ ചില ആൻസേഴ്സൊക്കെ ഞാൻ അങ്ങ് ബ്ലാങ്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. നമുക്ക് സ്കൂളിൽ ചെന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് ഡിസ്കസ് ചെയ്തിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. ആക്ച്വലി എനിക്ക് മാർക്കൊക്കെ കിട്ടി കേട്ടോ സ്കൂളിൽ. അപ്പം സുവോളജിയുടെ മാർക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആദ്യമേ പറഞ്ഞ സുവോളജിയും ബോട്ടണി എനിക്ക് കണ്ടമാനം പഠിക്കാനുണ്ട്, കറക്റ്റായിട്ടൊന്നും അല്ല പഠിച്ച് വെച്ചിരിക്കുന്നതെന്ന്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് സുവോളജിക്കും ബോട്ടണിക്കും മാർക്ക് കുറവാണ്. എന്തായാലും നമുക്ക് അടുത്ത എക്സാമിന് പഠിക്കണം. ഇത് ഇപ്പം തുടക്കമായിട്ടല്ലേ ഉള്ളൂ. എന്തായാലും തുടക്കം കറക്റ്റാക്കിയാലും അങ്ങോട്ട് നന്നാവുമെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുവോളജിക്ക് എനിക്ക് മാർക്ക് കുറവാണ് കേട്ടോ. ഞാൻ മാർക്കൊന്നും ഇപ്പോൾ പറയണില്ല, എങ്കിലും എനിക്ക് മാർക്ക് കുറവാണ്, അത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി, കുറവാണ്. സുവോളജിക്ക് മാത്രമല്ല ബോട്ടണിക്കും എനിക്ക് കുറവാണ്. സാരമില്ല, ഞാൻ ഇതുകൊണ്ടൊന്നും തളരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നെക്സ്റ്റ് ടൈം ഞാൻ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എത്ര എഴുതിയിട്ടും തീരാത്തൊരു അസൈൻമെൻറ്റ്. ആകെ എനിക്കൊന്ന് 9 ക്വസ്റ്റ്യനേ ഉള്ളൂ. പക്ഷേ എക്സാം സമയത്ത് ഞാൻ ആൻസർ എഴുതുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഞാൻ എഴുതുന്നത്. ഇപ്പം മാത്രം എന്തോ എഴുതിയിട്ടും തീരാത്ത, എനിക്കൊരു പിടുത്തവും ഇല്ല. സത്യമായിട്ട് എക്സാം ടൈമിലേക്ക് ഞാൻ ഹോളിൽ 10 മിനിറ്റ് കൊണ്ട് ആൻസർ എഴുതുന്നു, കിടന്നുറങ്ങുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി. ഇപ്പോൾ എത്ര എഴുതിയിട്ടും തീരുന്നില്ല. എന്തായാലും നമ്മൾ നമ്മുടെ അസൈൻമെൻറ്റ് എഴുതി തീർത്തിട്ടുണ്ട്. തെറ്റൊന്നും വരരുതെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ തെറ്റൊക്കെ വന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.